ഭൂമിയിൽ നിന്നും ഏകദേശം 450 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ടോർച്ച് എന്ന നക്ഷത്ര സമൂഹത്തിൽപ്പെടുന്ന വളരെ ചെറിയ ഒരു നക്ഷത്രമാണ് HL ടൗറി എന്ന് പറയുന്നത്. തിളക്കമാർന്നതും ഫലപ്രദവുമായിട്ടുള്ള താപനിലയെ അടിസ്ഥാനമാക്കിയിട്ട് ആസ്ട്രോണോമേഴ്സ് കണക്കാക്കുന്നത് ഏകദേശം 1,00,000 വർഷം മാത്രമേ ഇതിന് പ്രായമുണ്ടാവുകയുള്ളൂ എന്നതാണ്. പുതിയ സൗരയുഗത്തിന്റെ പിറവിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഇത് വളരെ മികച്ചൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ആസ്ട്രോണോമേഴ്സ് കണക്കാക്കുന്നത്. ആൻഡ് ആസ്ട്രോണോമേഴ്സ് HL ടൗറിയെ പറ്റി അതിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനങ്ങൾ പൊടിപടലങ്ങളെ പറ്റിയൊക്കെ തന്നെ പഠനം നടത്തിയപ്പോൾ ഈ മഞ്ഞ് മൂടിയ പൊടിപടലങ്ങളിൽ നിന്നിട്ടും മോളിക്യൂൾസ് പുറത്തു വരുന്നതായിട്ട് അവർ കണ്ടെത്തി. HL ടൗറി ഡിസ്കിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗ്യാപ്പ് നിലനിൽക്കുന്ന പ്രദേശത്ത് വാട്ടർ വേപ്പർ കണ്ടന്റ് കണ്ടെത്തി എന്നുള്ളതാണ് കൂടുതൽ ആസ്ട്രോണോമേഴ്സിനെ ആശ്ചര്യപ്പെടുത്തുന്നത്. ഇത് അർത്ഥമാക്കുന്നത് ഈ ഒരു മേഖലയിൽ ഒരു പുതിയ ഗ്രഹം വികസിക്കാം എന്നുള്ളതാണ്. ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഡിസ്ക് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന പൊടിപടലങ്ങൾ ഒരു ഗ്രഹ രൂപീകരണത്തിന്റെ സീഡ്സ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വിത്തുകളാണെന്ന് നമുക്ക് പറയാം. ഇതിലുണ്ടാവുന്ന പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടിയിട്ട് വലിയ വലിയ വസ്തുക്കൾ കൂട്ടം ചേർന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റാർസിന്റെ ബൈറ്റ്സ് ഉണ്ടാകുന്നത് അതൊരു ഗ്രഹമുണ്ടാവാനുള്ള കാരണമായിട്ട് മാറുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രഹമുണ്ടായി മാറുകയാണ് ചെയ്യുക. ജലത്തിന്റെ പ്രസൻസ് ഒരു ഗ്രഹവ്യവസ്ഥയുടെ വികാസത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ ഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. അതായത് നമ്മുടെ സൗരയുഗത്തിൽ 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഉണ്ടായത് ആ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു എർത്തിന് എങ്ങനെ വെള്ളം ലഭിച്ചു എന്നുള്ളത് പല ഗവേഷണങ്ങളും എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. പല പഠനങ്ങളും പറയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു എർത്തിൽ വന്നുപെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ധൂമകേതുക്കളിൽ നിന്നോ ചിഹ്നഗ്രഹങ്ങളിൽ നിന്നുമാണ് ഇത് വന്നതെന്നുള്ളതാണ്. എന്നാൽ മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ ഈ ഒരു എർത്ത് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ജലവും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഭൂമിയിലുള്ളതിനേക്കാൾ ഏകദേശം 3 മടങ്ങ് വെള്ളമെങ്കിലും HL ടൗറി അതായത് യുവ HL ടൗറിയിൽ ഉണ്ടെന്നുള്ളതാണ് നിലവിലെ നിരീക്ഷണങ്ങൾ പറയുന്നത്. ഈ പഠനം ഭൂമി അതിൻ്റെ ജലത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എർത്തിലെ ജലത്തിന്റെ പകുതിയും ഗ്രഹം രൂപപ്പെടുമ്പോൾ അടിഞ്ഞുകൂടിയിരിക്കാം. ബാക്കിയുള്ളവ ചിഹ്നഗ്രഹങ്ങളുടെയും ധൂമകേതുക്കളുടെയും വൈകിയുള്ള കനത്ത ബോംബ് ബാനുകളിൽ നിന്നാണ് വന്നത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.